സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം. പുതിയൊരന്തരീക്ഷമുണ്ടാകണം. കുട്ടികൾ മാത്രമല്ല, യുവാക്കളും വഴിപിഴച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഒരു കോളേജ് വിദ്യാർത്ഥി ഇങ്ങനെ എഴുതുന്നു: ഞാൻ പഠിച്ചൊരു ഡോക്ടറായി കാണാൻ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു, പഠിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ്റെ മരണം പെട്ടെന്നാണ് ഉണ്ടായത്. ഈ മാനസികാഘാതം എന്നെ വല്ലാതെ അലട്ടിയിരിക്കുന്നു. എൻ്റെ പഠിപ്പ് തുടരാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ആകെ തളർന്നിരിക്കുന്നു. പലപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടെന്ന തോന്നൽ. എൻ്റെ ജീവിതം നശിച്ചു പോയോ ഈ ചെറുപ്പത്തിൽ തന്നെ? ആഗ്രഹങ്ങൾ നാമ്പിടുമ്പോഴേക്കും എല്ലാം നശിച്ചാലോ? എൻ്റെ പ്രായത്തിലുള്ള ചില കുട്ടികളുമായി ചില പ്രകൃതി വിരുദ്ധ പ്രക്രിയകളിൽ ഏർപ്പെട്ട് ഞാൻ നശിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ തത്സംബന്ധമായ ചില രോഗങ്ങളാൽ ഞാൻ ആകെ അവശനായിരിക്കുന്നു. എൻ്റെ മനസ്സിനെ രാവും പകലും ഈ വിചാരം അലട്ടുന്നു. ഇനി എൻ്റെ ആഗ്രഹം ഒന്നു മാത്രം: ഒരു സർവകലാശാല ബിരുദമെടുത്ത് സന്യാസം സ്വീകരിച്ച് ജനസേവനം നടത്തണം. അവിടേക്ക് എന്നെ എത്തിക്കണം. സ്വാമിജിയുടെ പത്രപരസ്യം കണ്ടപ്പോൾ ദാഹിച്ചു വലഞ്ഞ വേഴാമ്പൽ കാർമുകിൽ മാലയെ കണ്ട പോലെ എല്ലാം നശിച്ചു എന്ന് കരുതി ദുഃഖിച്ചു കഴിഞ്ഞ എനിക്ക് ആശ്വാസം തോന്നി. സ്വാമിജിയുടെ മറുപടിയും കാത്തിരിക്കുന്നു. ഈ വിദ്യാർത്ഥിയുടെ ചീത്ത കൂട്ടുകെട്ടുകളാണ് ദുഷിക്കാനും ദുഃഖിക്കാനും സംഗതി വരുത്തിയത്. കുട്ടികളെ നാം പ്രത്യേകം സൂക്ഷിക്കണം. അവർ ആരുടെ കൂടെ നടക്കുന്നു എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിചാരങ്ങൾ, വ്യാപാരങ്ങൾ, പരിചയങ്ങൾ എന്നിവയിലൂടെയാണ് നമ്മുടെ സ്വഭാവം രൂപം കൊള്ളുന്നത്. ദുഷ്ടമനസ്സുകളുടെ കൂടെയുള്ള സംസർഗം കുട്ടികളെ ദുഷിച്ച മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ സംഗതി വരുത്തുന്നു. ഒരു കുടം പാൽ, അതിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണാലോ തീരെ ഉപയോഗശൂന്യമായി. ഒരു ജീവിതമേ നമുക്കുള്ളൂ. അതിനെ ദുഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും നമുക്ക് സാധിക്കും. നന്നാക്കാനും സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിക്കും. വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പെടാതെയും പെടുത്താതെയും സൂക്ഷിക്കേണ്ടതുണ്ട്. സസ്യലതാദികളെ വേലി കെട്ടി സൂക്ഷിക്കുന്നത് പോലെ കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചു വളർത്താൻ സാധിക്കാതെ വന്നാൽ അവർ ഇത്തരത്തിൽ ദുഷിക്കാൻ സംഗതി വരുന്നു. കൊച്ചിയിൽ നിന്ന് അഭ്യസ്തവിദ്യനും ഉദ്യോഗസ്ഥനുമായൊരു യുവാവ് സിദ്ധാശ്രമത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്വാമിജി, സന്തോഷജീവിതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന പത്രപരസ്യം വായിച്ചു. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ശൂന്യതയിലേക്ക് പലായനം ചെയ്യുന്ന തലമുറയിലെ ഒരു കണ്ണിയാണ് ഞാനും. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ മനസ്സ് അപക്വമാണ്. ഇതിനിടെ ഞാൻ സഞ്ചരിക്കാത്ത വഴികളില്ല. എങ്കിലും ഞാൻ ഒന്നിലും എത്തിയിട്ടുമില്ല. കഞ്ചാവ്, LSD, ചാരായം, വ്യഭിചാരം എന്നിവ എൻ്റെ വിട്ടുമാറാത്ത കൂട്ടുകാരായി മാറിയിരിക്കുന്നു. ഇതുകൊണ്ട് എന്നെ വീട്ടുകാരും ബന്ധുക്കളും ഉപേക്ഷിച്ചു. ലക്ഷ്യബോധമില്ലെങ്കിലും ഉള്ള ജോലിയിൽ ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഈയിടെയായി വ്യഭിചാരം എൻ്റെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നു. സ്വാമിജി, എനിക്കതിൽ നിന്നും മുക്തിക്കുള്ള മാർഗം പറഞ്ഞു തന്ന് എന്നെ രക്ഷിക്കുക. ഇത് സംബന്ധിച്ച പുസ്തകങ്ങൾ അയച്ചു തരിക. ചാരായവും LSDയും എല്ലാം തലച്ചോറിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു എന്നത് ഡോക്ടർമാർ പറയാറുണ്ടെങ്കിലും പലർക്കും അതറിയാമെങ്കിലും ഇന്നും ഭൂരിഭാഗം ജനങ്ങളും അതിൻ്റെ ലഹരിക്ക് അടിമകളാണ്. മദ്യം അകത്ത് കടക്കുമ്പോൾ ബോധം പുറത്തു പോകുന്നു. മദ്യപാന ദുശ്ശീലം എത്ര കുടുംബങ്ങളെയും വ്യക്തികളെയും തകർത്തിരിക്കുന്നു, എത്ര ആളെ കെടുത്തുന്നു, എന്തെല്ലാം നാശങ്ങളുണ്ടാക്കുന്നു. ഈ നശിച്ച സാധനം ഒരിക്കലും ഞാൻ കഴിക്കയില്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ച് ഉപേക്ഷിക്കാൻ തയ്യാറാവണം. മദ്യം തൊടുകയില്ലെന്ന് ശപഥം ചെയ്യുകയും അല്പം കൊണ്ടൊന്നും അപകടമില്ല എന്ന വിചാരത്തോടെ വീണ്ടും തുടരുകയും ക്രമേണ ആ സ്വഭാവം വിട്ടുമാറാതെ അതിനടിമയാവുകയും ചെയ്താൽ പിന്നെ കുടിയോ കുടി, നശിക്കുന്നത് വരെ കുടി തന്നെ. ആരോഗ്യം നശിച്ച് ജോലി ചെയ്യാൻ ഉത്സാഹമില്ലാതായി, കടക്കാരുടെ ശല്യം വർദ്ധിച്ച്, ആത്മാഭിമാനം തീരെ നശിച്ച് ആത്മഹത്യ ചെയ്യുക തന്നെ.